ലക്ഷക്കണക്കിന് രക്തസാക്ഷികളെ ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിച്ച ബ്രിട്ടീഷുകാരന് മുമ്പിൽ തോക്കിന് മുമ്പിൽ ഗിരിമാറ് കാണിച്ചു കൊടുത്ത ഈ രാജ്യത്തെ മുസ്ലിം സമുദായം, ആ മുസ്ലിം സമുദായം ഇന്നും അടികൊണ്ടും ഇടികൊണ്ടും വെടികൊണ്ടും വിടാൻ വിധിക്കപ്പെട്ടവരായി. രാജ്യത്ത് വർഗീയവാദികളാൽ നിങ്ങൾ വർഗീയവാദികളാണ്, ഇസ്ലാമിക ഭീകരവാദികളാണ്, നിങ്ങൾ തീവ്രവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് എന്ന് നിരന്തരമായി രാജ്യത്തെ സംഘപരിവാർ ആണയിട്ട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വഖഫ് ബില്ലിനെതിരെ ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോ ആ വഖഫ് ബിൽ സമ്മേളനത്തിൽ ഐക്യദാർഢ്യ പ്രഭാഷണം നടത്താൻ വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഈ ഐക്യദാർഢ്യ പ്രഭാഷണങ്ങൾ ആത്മാർത്ഥതയുള്ളതും സത്യസന്ധതയുള്ളതുമാകണമെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭരണപക്ഷത്തിന്റെ ആളുകൾ വഖഫ് സംരക്ഷണ സമ്മേളനത്തിൽ ഐക്യദാർഢ്യം അറിയിക്കുന്നതോടൊപ്പം തന്നെ വഖഫ് സമ്മേളനത്തിൽ വഖഫ് ബില്ലിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെ നിഷ്ഠൂരമായി തല്ലിച്ചതയ്ക്കുന്നു. കേരളത്തിലടക്കം നമ്മൾ കണ്ടതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇരട്ടത്തോപ്പിന്റെ രാഷ്ട്രീയം പാടില്ല. ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സംരക്ഷകരായി ഞങ്ങളുണ്ട് എന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയണം, അങ്ങനെ ഒരു സംരക്ഷണത്തിന്റെ ആവശ്യം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 1947 കാലഘട്ടം മുതൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തി. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബലിക്കല്ലിൽ ആഹുതി ചെയ്യപ്പെട്ട അനേകായിരം രക്തസാക്ഷികളുണ്ട്. മൗലാന മുഹമ്മദ് അലി ജവഹർ അടക്കം, മാലി മുസ്ലിയാർ അടക്കം, മാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കം, മഹാനായ വക്തം അബ്ദുൽ ഖാദർ അടക്കം, മറിയങ്കോട് ഉമർഖാദി അടക്കം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി ധീര രക്തസാക്ഷികളായ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെങ്കിൽ ഞങ്ങൾ അടിവരയിട്ട് ആണയിട്ട് പറയുന്നു, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് കാവലിരിക്കാൻ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കാവലിരിക്കാൻ, രാജ്യത്ത് കണ്ണിലെണ്ണയൊഴിച്ച് കാതു തുറന്ന ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ പിന്മുറക്കാർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞാലും വരേണ്ടതില്ല എന്ന് പറയാൻ ഈ സന്ദർഭത്തെ ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ്? ഒരു തരം ഭയവിഹ്വലതയിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായം ജീവിക്കേണ്ടി വരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്. NRC സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തോട് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു വന്നത് അല്ലേ? സംഘപരിവാർ അടിയാധാരം ചോദിച്ചു, നിങ്ങൾ ഈ രാജ്യത്തുള്ളവരാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉള്ളവരാണ് ഞങ്ങളെന്ന് തെളിയിക്കാൻ വേണ്ടി എല്ലാ ആളുകളും വീട് വിട്ടിറങ്ങി. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം സമരങ്ങൾ നടന്നില്ലേ, ധാരാളം പ്രക്ഷോഭങ്ങൾ നടന്നു, എല്ലാ ആളുകളും അതിൽ പങ്കെടുത്തു. പക്ഷേ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ എന്തുകൊണ്ട് ആളുകൾ കുറയുന്നു? പരിശോധിക്കേണ്ട നമ്മൾ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. അള്ളാഹുവിന് വേണ്ടി ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ടൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്നതാണ് വഖഫ് ഭൂമി. ആ ഭൂമി തട്ടിയെടുക്കാനുള്ള സംഘപരിവാരത്തിന്റെ ഗൂഢമായ തന്ത്രം ഈ രാജ്യത്തെ പള്ളികൾ അങ്ങനെ തകർന്നു പോയാൽ പ്രശ്നമല്ല എന്ന് കരുതുന്നവരായി ഈ രാജ്യത്തെ മുസ്ലിം സമുദായം മാറാൻ പാടില്ല. സ്വീകരിച്ചതാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെങ്കിൽ ഈ രാജ്യം അപമാനത്താൽ തലകുനിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് രാജ്യത്തുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഭയത്താൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായം കഴിയുമ്പോ ഇന്നലകൾ നമുക്കറിയാം. മനുഷ്യ മക്കൾക്ക് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട ഇന്നലകൾ, മീശ വെക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട, മാറുമറയ്ക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട, കെട്ടിയ പെണ്ണിന്റെ കൂടെ കിടപ്പറ പങ്കുവെക്കാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ട് ജമ്മി തമ്പുരാക്കന്മാരുടെ പടിപ്പുരകൾ കിടപ്പറകളാക്കി മാറ്റാൻ വിധിക്കപ്പെട്ട ഈ രാജ്യത്ത് ദളിതമില്ലാത്ത മതന്യൂനപക്ഷങ്ങളുണ്ട്. മുസ്ലിം സമുദായം അടക്കമുള്ള ആളുകൾ അവരെ സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളാക്കി മാറ്റിയത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അങ്ങനെ ജനാധിപത്യത്തിന്, മതനിരപേക്ഷതയ്ക്ക് ഈ രാജ്യത്തിന്റെ ഡെമോക്രസി സിസ്റ്റം, ആ സംവിധാനം രാജ്യത്ത് തിളങ്ങി നിൽക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറം, രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം കൊടിനീറങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യരെ നമുക്ക് യോജിക്കാം. ഇവിടെ ഒരു സ്നേഹത്തിന്റെ രാഷ്ട്രീയം പങ്കുവെക്കേണ്ടതുണ്ട്, വിട്ടുവീഴ്ചയുടെ രാഷ്ട്രീയം
പങ്കുവെക്കേണ്ടതുണ്ട്. ചേർത്തു നിർത്തലിന്റെ രാഷ്ട്രീയം പങ്കുവെക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്നലകളിൽ നിന്നത് എങ്ങനെയാണോ, അതാണ് ഞാൻ പറഞ്ഞ മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കം ഈ രാജ്യത്ത് ഇന്നലകളിൽ എങ്ങനെയാണോ സൗഹൃദത്തിന്റെ അന്തരീക്ഷം പുലർത്തിയത്, അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം പുലർത്തിക്കൊണ്ട് രാജ്യത്തെ തകർക്കാൻ വരുന്ന, ജനാധിപത്യത്തെ തകർക്കാൻ വരുന്ന സംഘപരിവാരത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ പോർക്കളങ്ങൾ തീർക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ സംഘാടകർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തും മതരംഗത്തും ഒക്കെ സജീവ സാന്നിധ്യമായി ഈ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതിന് സംഘാടനം നടത്തുന്ന നിസാർ മുഹമ്മദ് സുൽഫി അടക്കമുള്ള ഇതിന്റെ മുഴുവൻ സംഘാടകർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPയുടെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ ശബ്ദം ശ്രമിച്ച ജനാധിപത്യ വിശ്വാസികളോട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് എല്ലാവരുടെയും ബാധ്യതയാണ്, ഇത് രാജ്യത്തിന്റെ ബാധ്യതയാണ്. ഈ രാജ്യത്ത് ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവരുമ്പോ അതിനെതിരെ ജാതി മത ഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് ഡെമോക്രസി. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.